നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ഭീമൻ ബോംബ് സൈക്ലോൺ. ജനങ്ങൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി. 5000-ഓളം വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. യുഎസിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ശക്തമായ മഞ്ഞുവീഴ്ച ജനജീവിതം പാടെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വീടുകൾക്കുള്ളിൽ കഴിയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ഗതാഗത സംവിധാനങ്ങൾ നിലയ്ക്കുകയും വിദ്യാലയങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും അവധി നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ ചിലയിടങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വൻതോതിൽ താഴുന്നതിനെയാണ് ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഇത് ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റിനും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകുന്നു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി തുടങ്ങിയ ഇടങ്ങളിൽ നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പലയിടങ്ങളിലും 2 അടിയിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത്. യുഎസിലുടനീളം 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളെയാണ് മഞ്ഞുവീഴ്ച ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങളും പലയിടത്തും നിർത്തിവെച്ചു. ശക്തമായ കാറ്റും കനത്ത മഞ്ഞും കാരണം മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഏകദേശം 4.5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇരുട്ടിലായി. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം കുത്തനെ ഇടിയുന്ന ബോംബ് സൈക്ലോൺ പ്രതിഭാസമാണ് കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഞ്ഞുവീഴ്ച തുടരുന്ന പശ്ചാത്തലത്തിൽ വടക്ക് കിഴക്കൻ മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ ഉടൻ മാറ്റമുണ്ടാകില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ അവരുടെ മുന്നറിയിപ്പുകൾ അതേപടി പാലിക്കണം എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ വാരാന്ത്യത്തിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയും കാറ്റും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പ്രകാരം എല്ലാവരും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഹെർണാണ്ടോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ജനജീവിതം സ്തംഭിപ്പിച്ചേക്കാം. 2017 ശേഷം ആദ്യമായി ന്യൂയോർക്ക് സിറ്റിയിലെ 5 ബോറോകളിലും ബ്ലിസാർഡ് മുന്നറിയിപ്പ് നൽകി. ബോസ്റ്റണിലും സമാനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റോഡുകളിൽ മഞ്ഞ് വീണ് അപകടങ്ങൾക്കും കറുത്ത മഞ്ഞിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ യാത്ര ഒഴിവാക്കണമെന്ന് ന്യൂയോർക്ക് മേയർ നിർദ്ദേശിച്ചു. വിമാന സർവീസുകൾ വലിയ തോതിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് അതിവേഗം ശക്തി പ്രാപിച്ച് തിങ്കളാഴ്ചയോടെ ബോംബ് സൈക്ലോണായി മാറാൻ സാധ്യതയുണ്ടെന്ന് മെറ്റീരിയോളജിസ്റ്റുകൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 70 മൈൽ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇത് തീരദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും വൈദ്യുതി തടസ്സത്തിനും കാരണമായേക്കാം. ന്യൂജേഴ്സി മുതൽ മാസച്യൂസെറ്റ്സ് വരെയുള്ള പ്രദേശങ്ങളിൽ 1 അടിയോളം മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. നനവുള്ളതും ഭാരമേറിയതുമായ മഞ്ഞായതിനാൽ മരം വീഴാനും കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ DC, ഫിലാഡൽഫിയ, ബാൾട്ടിമോർ, ന്യൂയോർക്ക്, ബോസ്റ്റൺ എന്നീ നഗരങ്ങളെയാകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി 30-ന് തെക്ക് കിഴക്കൻ മേഖലയിൽ കൊടുങ്കാറ്റ് ആരംഭിക്കും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ജനുവരി 31-നായിരിക്കും ഇത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ശക്തി പ്രാപിക്കുക. പിന്നീട് ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്നും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ബോംബോജെനിസിസ് പ്രക്രിയയിലൂടെ ഏറ്റവും ഉയർന്ന വായുമർദ്ദ വ്യതിയാനം സംഭവിക്കുന്നതും ഇതിന്റെ ഒരു ഗുരുതര വശമാണ്. ഈ സമയത്ത് അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം പുറത്തിറങ്ങുന്നത് പോലും അപകടകരമായി മാറും. സാധാരണയായി ഇത്തരം സിസ്റ്റങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ രൂപപ്പെടുകയും അത്ര തന്നെ വേഗത്തിൽ കടന്നു പോകുകയും ചെയ്യുമെങ്കിലും അവ അവശേഷിപ്പിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ബോംബ് സൈക്ലോൺ പോലുള്ള പ്രതിഭാസങ്ങൾ നേരിടാൻ അമേരിക്കൻ ഭരണകൂടം മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കനത്ത മഞ്ഞുവീഴ്ചയിൽ റോഡുകൾ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ മെഴുകുതിരികളും ടോർച്ചുകളും മറ്റ് അവശ്യ സാധനങ്ങളും ഒക്കെ കരുതണം എന്നുള്ള മുന്നറിയിപ്പുകളും ഭരണകൂടം കൊടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നത്. പല സ്ഥലങ്ങളിലും ഇതിന്റെ ഭീതിതമായ വശമാണ് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
കാണുമ്പോൾ നമുക്ക് മഞ്ഞ് നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുമെങ്കിലും എന്നാൽ ഇതിൻ്റെ അമിതമായ വീഴ്ച അത് കെട്ടിടങ്ങളെ പോലും വളരെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. മരങ്ങൾ പോലും കടപുഴകി വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടാകുന്ന സാഹചര്യങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഈ ശൈത്യകാല കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോഴുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ ഓരോ നിർദ്ദേശവും ഗൗരവത്തോടെ കാണണമെന്ന് അധികൃതർ ആവർത്തിച്ച് പറയുന്നു. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ അതിശക്തമായ മഞ്ഞുവീഴ്ചയുടെയും കാറ്റിന്റെയും മുന്നറിയിപ്പിന് കീഴിലാണ്. മിനസോട്ട, അയവ, വിസ്കോൺസിൻ, മിഷിഗൺ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഇത് വല്ലാതെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലാവസ്ഥ വളരെ വഷളായതോടുകൂടി ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ വിമാന സർവീസുകളെയാണ്. US-നുള്ളിൽ സഞ്ചരിക്കുന്നതോ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നതോ ആയ 8000-ലധികം വിമാനങ്ങൾ ഞായറാഴ്ച തന്നെ വൈകിയിരുന്നു. ഫ്ലൈറ്റ് അവാർ പ്രകാരം 700-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ഞായറാഴ്ച വൈകുന്നേരം ഇടിമിന്നൽ കാരണം ചിക്കാഗോ ഒഹെയർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നുവെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരുന്നു. റോഡ് യാത്ര അതിലും അതീവ ഗുരുതരമാണ്. കാരണം കാറുകൾക്ക് അത്ര ഈസിയായി റോഡുകളിലൂടെ കടന്നു പോകാൻ കഴിയില്ല. കാരണം ഈ മഞ്ഞുപാളികളിൽ കാറ് തെന്നുകയും അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അത്ര അത്യാവശ്യമുള്ള യാത്രകൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നും മുന്നറിയിപ്പ് പോയിരിക്കുകയാണിപ്പോൾ. അയോവയിലെ അമേസിൽ നിന്ന് മിനസോട്ട അതിർത്തി വരെയുള്ള ഇന്റർസ്റ്റേറ്റ് 35-ന്റെ ഒരു നീണ്ട ഭാഗം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അയോവ ഗതാഗത വകുപ്പിന്റെ കണക്കനുസരിച്ച് മിനസോട്ടയിൽ 135-ലെ യാത്ര ശുപാർശ ചെയ്തിട്ടില്ല എന്ന് അടയാളപ്പെടുത്തി. കൊടും തണുപ്പ് മൂലം ചിലയിടങ്ങളിൽ താപനില 0-ന് താഴെയാണെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന സാഹചര്യം തന്നെയാണ്. അതേസമയം ന്യൂ ഇംഗ്ലണ്ടിൽ ഞായറാഴ്ച വൈകിട്ട് മുതൽ തിങ്കളാഴ്ച വരെ മഴയും തണുപ്പും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒഹായോ താഴ്വരയിലും 195 ഇടനാഴിയിലെ പ്രദേശങ്ങളിൽ മഞ്ഞിന് പകരം മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. അമേരിക്ക തുടരെ പ്രകൃതി ദുരന്തങ്ങളിൽ വലയുകയാണ്. കാരണം ഈ 2025-ൽ വലിയ ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തം മൂലം അമേരിക്ക നേരിടേണ്ടി വന്നത്. തുടരെ കൊടുങ്കാറ്റുകൾ അമേരിക്കയെ വല്ലാതെ വിറപ്പിച്ചു. പിന്നീട് കാട്ടുതീ, ഇതെല്ലാം ഗുരുതരമായി അമേരിക്കയെ ബാധിക്കുകയും വൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ബോംബ് സൈക്ലോൺ ഒരു വലിയ ഭീമനായി അമേരിക്കയെ വിഴുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.